ിലേക്ക് സ്വാഗതം. മലൈക്കോട്ടെ വാലിബൻ, എബ്രഹാം ഓസ്ലർ, അന്വേഷിപ്പിൻ കണ്ടെത്തും, പ്രേമലു തുടങ്ങിയ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഒപ്പം പ്രമേയകത്തിൻ്റെ പ്രീസെയിൽ കളക്ഷനും ഒന്ന് നോക്കാം. പ്രേമലു എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇന്നത്തെ കളക്ഷൻ അതിഗംഭീരം എന്ന് തന്നെ പറയാം. 2024 ഈ 2 മാസത്തെ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും വലിയ ഹിറ്റായി മാറുന്നു. ഒരുപക്ഷെ ഇവിടെ ഒരു ഗംഭീര മെഗാ ഹിറ്റ് സിനിമയാണ് ഒരുങ്ങുന്നത്. ഇതിനോടകം തന്നെ സിനിമ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് കടക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ സിനിമയിൽ എന്താണ് പ്രത്യേകത എന്ന് പലരുടെയും കമൻറ്റിലൂടെ വരുന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അതെന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ കളക്ഷൻ ഇപ്പോൾ വരുന്നത്. 5-ാം ദിവസമായ ഇന്ന് സിനിമയ്ക്ക് ഇന്നലത്തേക്കാളും 31% കൂടുതലാണ്. സ്വാഭാവികമായിട്ടും വർക്കിംഗ് ഡേ ആണ്, അപ്പോൾ വലിയ കളക്ഷൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നവർക്ക് അങ്ങനെയല്ല കാര്യങ്ങൾ. 869 ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്തപ്പോൾ 63% ആളുകളാണ് ഇതിനകത്ത് കാണുന്നത്. ഒപ്പം 100-നടുത്തുള്ള ഹൗസ്ഫുൾ ഷോസുമാണ് ട്രാക്കേഴ്സ് പറയുന്നത്. 1,98,00,000 രൂപയ്ക്ക് മുകളിൽ, അതായത് 1,99,00,000 രൂപ എന്ന് പറയാം. അതായത് രാവിലെ നമ്മൾക്ക് ഫൈനൽ കളക്ഷൻ വരുമ്പോൾ ഒരുപക്ഷെ 2 കോടി ഈ സിനിമ ഇന്ന് ട്രാക്ഡ് കളക്ഷൻസിലൂടെ നേടും. അതായത് ഏകദേശം 3 കോടിക്ക് അടുത്തായിരിക്കാം സിനിമ ഇന്ന് കളക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു വർക്കിംഗ് ഡേയിൽ. നമുക്കറിയാം, നമ്മളുടെ സൂപ്പർ താരങ്ങളെ വെല്ലുവിളിക്കുന്ന, അവരുടെ സിനിമകളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയാണ് പ്രേമലു കാഴ്ചവെക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നലത്തെ കളക്ഷൻ 1,52,00,000 ട്രാക്ഡ് കളക്ഷനിൽ നിന്ന് മാത്രം വരുന്നത്. അപ്പോൾ ട്രാക്ഡ് കളക്ഷൻസിൽ ഇതുവരെ 8,10,00,000 രൂപയാണ് പ്രേമലു എന്ന സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ട്രാക്ഡ് കളക്ഷൻസിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, വേറെ പുറത്തെ കളക്ഷൻസിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഇനിയും അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള ടൊവിനോ തോമസ് സിനിമയാണ്. ഈ സിനിമയും ഏറെയും ജനങ്ങളെ ആകർഷിച്ച സിനിമ തന്നെയാണ്. ഇതിനോടകം തന്നെ സിനിമയ്ക്ക് മികച്ച അഭിപ്രായം തന്നെയാണ് നേടിയെടുക്കാൻ കഴിയുന്നത്. സമീപകാലത്തൊന്നും അടുപ്പിച്ച് 2-ഓ 3-ഓ അല്ലെങ്കിൽ ഒരു സിനിമയിൽ കൂടുതലൊന്നും മികച്ച രീതിയിൽ റെസ്പോൺസ് നേടിയെടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നലെ ചെറിയൊരു ഇടിവിന് ശേഷം വീണ്ടും സിനിമ കുതിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. 694 ഷോകൾ ഇവിടെ ട്രാക്ക് ചെയ്യപ്പെടുമ്പോൾ 22% സിനിമയുടെ ഓക്യുപ്പൻസി വന്നിരിക്കുന്നത്. 65 ലക്ഷത്തോളമാണ് സിനിമയുടെ ഇന്നത്തെ ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത്. ഇന്നലെ 56 ലക്ഷത്തോളമായിരുന്നു സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസ് വന്നത്. ടോട്ടൽ സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായിട്ട് 5 കോടിക്ക് അടുത്താണ് എത്തിയിരിക്കുന്നത്. മലൈക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ചിത്രം നമുക്കറിയാം, പ്രതീക്ഷിച്ച അത്ര അങ്ങ് വരാത്ത സിനിമയാണെങ്കിലും ഇപ്പോഴും തിയേറ്ററുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഒരു ടിപ്പിക്കൽ LJP മൂവിയായിട്ട് കാണാൻ ആഗ്രഹിച്ചവർക്ക് ആ സിനിമ ഏറെ തൃപ്തി നൽകിയെങ്കിലും ഇപ്പോൾ 27 ഷോകളാണ് ഇന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 7% ആളുകൾ കാണുമ്പോൾ 54,000 രൂപയാണ് സിനിമയ്ക്ക് ഇന്നത്തെയും കളക്ഷൻ. ആകെ 10,52,00,000 രൂപയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസായി 20 ദിവസം എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ പലരും വാഷ് ഔട്ടായി എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് വേറെ ഒരു കാര്യമാണ്, ഈ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഒരു LJP മൂവി കാണാൻ കൊതിച്ചവർക്ക് അവരുടെ ആഗ്രഹം അനുസരിച്ച് തന്നെയുള്ള സിനിമയാണ്. ഇനിയും എബ്രഹാം ഓസ്ലർ 34-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നലത്തേക്കാളും 17% ഇടിവിൽ വരുമ്പോൾ 37 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ 78,000-ന് മുകളിൽ ഉള്ള എമൗണ്ടാണ് ട്രാക്ഡ് കളക്ഷൻസിൽ വന്നിരിക്കുന്നത്. അതായത് ഇതുവരെ 34 ദിവസം കൊണ്ട് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് 17.22 കോടിയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഭ്രമയുഗം എന്ന സിനിമയെക്കുറിച്ച് തന്നെയാണ്. ഭ്രമയുഗം റിലീസായിട്ടുള്ള കളക്ഷൻ കാര്യങ്ങളൊന്നും പറയാൻ, പക്ഷേ അതിൻ്റെ പ്രീ റിലീസ് ട്രാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ 626 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 20.42% സിനിമയുടെ ഒക്യുപ്പൻസി കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അതും 4 ഹൗസ്ഫുൾ ഷോസ് ഇപ്പോൾ തന്നെ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മൊത്തം 64 ലക്ഷത്തോളം രൂപയാണ് ട്രാക്കേഴ്സ് ഇതിൻ്റെ കളക്ഷനായി സൂചിപ്പിച്ചിരിക്കുന്നത്. ബാക്കി കളക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനകത്തിൽ പറഞ്ഞ ഒട്ടുമിക്ക സിനിമകളും, ഇപ്പം മലൈക്കോട്ടെ വാലിബൻ ആണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് 30 കോടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുന്നു. എബ്രഹാം ഓസ്ലർ 50 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുന്നു. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ 12 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുന്നു. പ്രേമലു എന്ന സിനിമ 15 കോടിക്ക് മുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇനിയും ഭ്രമയുഗമാണ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് വീഡിയോസ്.